ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോൺ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞേക്കണതാണ്. അപ്പോൾ നമുക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് ഇടേണ്ടി വരും. പിന്നെ അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് നമ്മളൊന്ന് കൂട്ടത്തിക്കടെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി എയർ ഫിൽറ്റർ ബോക്സൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്ത് നമ്മൾ ക്ലച്ച് അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഇല്ല, വേറെ പ്രോബ്ലം ഒന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്, സി വി ടി ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അതും നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കണത്, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണത്. പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല, നല്ല പുതിയ ബെൽറ്റാണ്. പിന്നെ നമ്മളെ കൂട്ടത്തിക്കടെ കിക്കറിൻ്റെ വീലും ഒക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ വേറെ കംപ്ലൈൻറ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഒരല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് എഞ്ചിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഇവിടെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ ഹെഡ് ഗ്യാസ്കറ്റ് റബ്ബർ ടൈപ്പാണ്, അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് കവർ ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് അത് റെഡി ആയിക്കോളും. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചോക്കിൻ്റെ കേബിളാണെങ്കിൽ വർക്കിങ്ങും അല്ല. ചോക്ക് നമ്മളിപ്പോൾ പുതിയത് മാറ്റിയിട്ടാൽ പോലും ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ടൈറ്റ് വന്നു പോകും. ഇപ്പോൾ ഓൾറെഡി ചോക്ക് കംപ്ലൈൻ്റ് ആണ്. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ ചോക്ക് ഒരല്പം കൂടെ വലിഞ്ഞ അവസ്ഥയിൽ നിൽക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ചോക്കിൻ്റെ കേബിൾ മാറ്റി ഇടേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അതുകൂടാതെ ഫ്രണ്ട് ഭാഗത്തേക്ക് നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഫ്രണ്ട് ഷോക്കിൻ്റെ ബുഷുകൾ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അഴിച്ച് ചേഞ്ച് ചെയ്തിടാം. ലിങ്കിൻ്റെ ബുഷുകളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെ ഉള്ളത് അതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗമായി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ടും ഔട്ടർ വലിഞ്ഞൊരു അവസ്ഥയിൽ നിൽക്കാം. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള രീതിയിലുള്ള ഡിസ്റ്റൻസ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് കേബിൾ ഔട്ടർ പോകുന്നേക്കാണ്. അത് ഇവിടെ നോക്കുമ്പോൾ അറിയാം, നമുക്ക് പൊട്ടലൊക്കെ ഉണ്ട് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്നും മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ, 12 വോൾട്ട് 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ അത് പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. 2023 മോഡലിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.77 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആയാലും നിലവിൽ ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. പ്ലഗ് നമുക്ക് കൂട്ടത്തിൽ കിടന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിടാം. ശരിക്കും എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ പ്ലഗ് മാറ്റി വിടേണ്ടതാണ്. പക്ഷേ ഇത് നിലവിൽ ആ കൂട്ടത്തിൽ മാറ്റിയാനായിട്ട് തോന്നുന്നില്ല. പക്ഷേ പ്ലഗിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ, അത് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മൾ മാറ്റേണ്ടത് അത് അത്യാവശ്യം രീതിയിൽ നല്ല രീതിയിൽ മോശമായി പോയിട്ടുണ്ട്. ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെ, അത് പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നത്, ഓയിൽ ചേഞ്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്തു പോകും. ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഗ്രീൻ ബുഷുകൾ രണ്ടും ഷോക്കിൻ്റെ 2 ഗ്രീൻ ബുഷ് നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. ബ്രേക്കിൻ്റെ കേബിളുകൾ നമുക്ക് മാറ്റാനുണ്ട്. അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ, ചോക്കിൻ്റെ കേബിൾ ചേഞ്ച് ചെയ്തിടാനുണ്ട്. ഹെഡിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗ്യാസ്കറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേഷ് മാറ്റാനുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.